ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അല്ല, ഉച്ചയായിട്ടുണ്ട്, ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയുടെ ടയറൊക്കെ ഏതാണ്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ ടയർ ഇടുന്ന വീഡിയോ ആണ്. പിന്നെ അല്ലാണ്ട് നമ്മളെ ഫ്രണ്ട്സിനൊപ്പം ഉള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ ടയർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കല്ലമ്പലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലമ്പലത്ത് സായി ടയേഴ്സിൽ പോയി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരാളുണ്ട്. അവനെ വിളിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവർ മെക്കാനിക്കാണ്. അവന് പുറമേ എന്താണ് ടയറിനെ പറ്റിയൊക്കെ ഒരുവിധ ഐഡിയ ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവനോട് ഉള്ളപ്പോൾ എന്താണ് ടയർ ഏതെങ്കിലും നല്ല ഒരെണ്ണം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് തരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവനെ കൊണ്ട് പോകുന്നത്. എന്താവും എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അറിയാം. അതായത് എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ കുറച്ച് അപ്ഡേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് 390യിലാണ്. ഇന്നലെ ഏതാണ്ട് ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്ക് ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. രാത്രി മുഴുവൻ ഞാൻ ഈ വണ്ടി ഫുള്ള് ഇളക്കി കഴുകി വൃത്തിയാക്കി 390യുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഏതാണ്ട് ഒരു 390 വോൾട്ട് മോഡൽ BS3 390 ആ ലുക്കിലോട്ട് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയെങ്കിലും സ്ഥലം കിട്ടുമ്പോൾ അവിടെ ഒതുക്കിയിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ നേരെ നമുക്ക് ടയർ മാറാൻ പോകാം. ഇപ്പോൾ കുറേ നേരോടെ ഇങ്ങനെ പയ്യെ പോയി വണ്ടി കാലിൽ കൂടെ ചൂടടിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നമുക്ക് എവിടെ പോയാലും ഇതേപോലെ ക്യാമറകൾ നിരനിരായിരിക്കുന്നത് കാണാൻ പറ്റും. KGF പടത്തിൽ മറ്റേ തോക്ക് പിടിച്ചോണ്ടില്ല നിര ഇരിക്കുന്ന പോലെയാണ് ക്യാമറകൾ മുകളിലിരിക്കുന്നത്. എവിടെ ടയർ കട കഴിഞ്ഞാന്തോ? എടാ ടയർ കട കഴിഞ്ഞ അതേ ഇനിയാണോ? ടയർ കട കഴിഞ്ഞായിരുന്നു, അതേ ഇനിയാണോ? അവന് ചെവിയും പുണ്ണാക്കൊന്നും കേട്ടുവിടുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. സായി ടയേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു നല്ല ടയർ നോക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചടങ്ങ് പരിപാടി. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ ഒരുപാട് ടയർ നോക്കി. എന്നിട്ട് ലാസ്റ്റ് മെഷീനിലാണ് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ല. 110 സൈസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ട്രാക്ക് ടയർ മേടിച്ചിരി ഇടാൻ എനിക്ക് വയ്യനി. ഏതാണ്ട് അവിടെ ഈ ടയർ കട മൊത്തം ഞാൻ അരിച്ചു പറക്കിയിട്ടാണ് ലാസ്റ്റ് ഈ ഒരു തീരുമാനത്തിൽ മെഷീനിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. 2 പയ്യന്മാരും കൂടെ വണ്ടി ഇളക്കണുണ്ട്. ലൈഫ് ഉണ്ട് നല്ല ടയർ. നമുക്കിപ്പോൾ ഫ്രണ്ടും ബാക്കും KTM ആയ ഡോമിനാറിൽ പോകുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന മാക്സിസ് തന്നെ. നല്ല പെർഫോമൻസും ഉണ്ട്, ആവശ്യത്തിന് ലൈഫും ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ വിലയും കുറവാണ്. എല്ലാത്തിനും നോക്കിയാൽ സൂപ്പറാണ്. വണ്ടി കൂടെ വന്ന ടയറാണ് അത് വണ്ടിയിലൂടെ എത്ര ഓടി? 24. ഇത് 30. അപ്പോൾ ഇതും കൂടെ നോക്കാം എത്ര ഓടും. ഇനി സെക്കൻഡ് ടൈം നമ്മൾ ഇടുന്ന ടയർ അത്ര ലൈഫ് എന്തായാലും കിട്ടൂല. അതിൻ്റെ പെർഫോമൻസ് മാറിക്കൊണ്ടാണ് നിൽക്കുന്ന വണ്ടിയിൽ. ഇനിയിപ്പോൾ നീ MRF തന്നെ ഒന്നും കൂടെ ഞാൻ അത് MRF ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. കമ്പനി വന്നപ്പോൾ ഇനി MRF ഇട്ടാലും അത്ര കിട്ടൂല. പറഞ്ഞാൽ ഈ എത്ര കൊല്ലം ഇപ്പോൾ 35 കൊല്ലം എത്ര കിലോമീറ്റർ ഓടി? ഇത് 32. ഈ 32 വണ്ടിയുടെ പെർഫോമൻസ് മാറി പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ പണ്ടത്തെ ഇത് ആ സ്റ്റാർട്ടിങ്ങിന്റെ കിട്ടില്ല. ഇനി ഏത് ടയർ ഇട്ടാലും ആ ലൈഫ് കിട്ടൂല. ഫസ്റ്റ് എല്ലാ വണ്ടിക്ക് കിട്ടും, സെക്കൻഡ് ഒരിക്കലും കിട്ടൂല. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ടയർ മാറിയിട്ടുണ്ട്.
ഈ റോഡിൽ കൂടെ പോയതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ എങ്ങനെയുള്ള മാറ്റം ഒന്നും അറിയാൻ വയ്യ. മെയിൻ റോഡിൽ ഇറക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം, ഓടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ടയറാണോ, എന്തെങ്കിലും പഴയതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഞാൻ മുമ്പ് ഇട്ടിരുന്നത് MRFൻ്റെ ടയറാണ്. അത് കമ്പനി സ്റ്റോക്ക് വരുന്ന ടയർ തന്നെയായിരുന്നു. എനിക്ക് അതിശയം തോന്നുന്നു ഇത്രയും കാലം ആ ടയർ പോയില്ലെന്നാണ്. ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് കാര്യമായ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. ലോഡും വെച്ചിട്ടാണ്, ബാക്കിൽ പില്ലനും വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. നോർമൽ പഴയ ടയറിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ്. ടയർ വില എനിക്ക് ഒരു 2,400 അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം കമ്പനി ടയർ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 120 സൈസാണ് എടുക്കാൻ പോയത് ടയർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കടയിൽ ആ ചേട്ടൻ പറഞ്ഞ് 120 ഇടുന്നെങ്കിൽ ബാക്ക് 160 ഇടേണ്ടി വരും. സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് 150 വരുന്നത്. ബാക്ക് ഫ്രണ്ട് നമ്മൾ എത്രയാണോ കൂട്ടുന്നത് അതേപോലെ ബാക്ക് ടയറും കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവനും പറഞ്ഞ് 110 ഇടുന്നതാണ്, സ്റ്റോക്ക് ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ 110 തന്നെ ഇട്ട്. കാണാൻ ഒരു ലുക്ക് മാത്രം നോക്കിയാൽ പോരല്ലോ, വണ്ടിയുടെ പെർഫോമൻസും ഇവിടെ നോക്കിക്കൊണ്ട് പോകണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ 110 തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടയറാണെന്ന് തോന്നുന്നു. ഇനി ഇത് ഓടിക്കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാൻ നോക്കിയായിരുന്നു, ഓരോരുത്തർ എത്ര ടയറാണ് ഇടുന്നത് എന്നൊക്കെ ഉള്ളത് കാര്യമായിട്ട് നോക്കിയായിരുന്നു. ആ കടയിൽ ചെന്നിട്ട് തന്നെ ആ കട മുഴുവൻ ഞാൻ അരിച്ച് പെറുക്കി നല്ലൊരു ടയറിന് വേണ്ടിയിട്ട്. അവസാനം ആ പുള്ളിക്കാരൻ തന്നെ വട്ടായി. അവസാനം ഞാൻ ഇത് തന്നെ എടുക്കേണ്ടി വന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ വന്നിട്ട് ടാങ്ക് കവർ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്, ബ്ലാക്ക് ആക്കി. എന്നിട്ട് ഇവിടുത്തെ സ്റ്റിക്കർ മാറ്റി, പിന്നെ 390 സ്റ്റിക്കർ ഓടിച്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടയർ വരുമ്പോഴത്തേക്കും ഇതാണ് ഇന്ന് മാറിയ ടയർ. ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലുക്കുണ്ട് ടയർ. ഇപ്പോൾ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് കാണാൻ.